നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും വൈകാരിക പ്രതികരണവുമായി അതിജീവിതയ്ക്കെതിരായി രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് പിന്നാലെയാണ് പ്രതികരണം. വൈകൃതങ്ങൾ പറയുന്നവരുടെയും പ്രചരിപ്പിക്കുന്നവരുടെയും വീട്ടിലുള്ളവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പോസ്റ്റിലുണ്ട്. മോസിനാസു ചേരുന്നു. മോസിന, വളരെ വൈകാരികമായിട്ടുള്ള കുറിപ്പാണ്. അതിൽ എന്തൊക്കെയാണ് അതിജീവിത എഴുതിയിരിക്കുന്നത്? മാർട്ടിൻ ആ വീഡിയോ പ്രചരിപ്പിച്ചതിന് ശേഷം അതിഭീകരമായിട്ടുള്ള, അതായത് അത് അത്രയധികം പ്രചരിപ്പിക്കപ്പെടുകയും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലും അവമാനിക്കുന്ന തരത്തിലുമുള്ള പല പ്രതികരണങ്ങളും വന്നതും നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ധന്യ, നമുക്കറിയാം ഈ വിധി വന്നതിന് ശേഷം അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാവർക്കും നീതി ഒരുപോലെയല്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിലും അതിവൈകാരികമായിട്ടാണ് ഇപ്പോഴത്തെ കുറിപ്പ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഇത്തരത്തിലൊരു കുറിപ്പ് വന്നിരിക്കുന്നത്. അതായത് സംഭവം നടന്ന സമയത്ത് താൻ പോലീസിൽ പരാതിപ്പെട്ടത് തെറ്റ്, അതുപോലെ തന്നെ ഇങ്ങനെയൊരു അതിക്രമം നടന്നത് അതൊരു വിധിയാണ് എന്ന് കണ്ട് സമാധാനിക്കണമായിരുന്നു. പിന്നീട് ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ പറയും എന്തേ അന്ന് തന്നെ ഇത് പറഞ്ഞില്ല എന്ന്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരെ ആൾക്കാരോട് എന്ത് പറയണമെന്ന് അറിയാതെ താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു. വളരെ നിരാശ ഉളവാക്കുന്ന തരത്തിൽ പലതരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു വൈകാരികമായൊരു കുറിപ്പ് തന്നെയാണ് അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ രണ്ടാം പ്രതി മാർട്ടിൻ ഈ ശിക്ഷാ വിധി വന്നതിന് പിന്നാലെയാണ് ഈ മാർട്ടിന്റെ വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചത്. വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിജീവിതക്കെതിരെയും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയൊക്കെ തന്നെ ഈ മാർട്ടിൻ പറയുന്നത്. ആ വീഡിയോക്കെതിരെ അതിജീവിത രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഇത്തരം വൈകൃതങ്ങൾ പ്രചരിപ്പിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇത്തരത്തിലൊരു ഗതി വരാതിരിക്കട്ടെ. അത്രയും ഉള്ളിൽ തട്ടിയിട്ടുള്ള ഒരു പ്രതികരണമാണ്, വൈകാരികമായൊരു കുറിപ്പാണ് അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഏറ്റവും ഒടുവിലായി, ഞാൻ അതിജീവിതയല്ല, ഞാൻ ഇരയല്ല, ഞാനൊരു മനുഷ്യനാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്നുള്ള ഒരു വാക്ക് കൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ധന്യ.